തൈരുകടയുന്ന അമ്മയോട് ശുണ്ടിയെടുത്ത് ഉണ്ണിക്കണ്ണൻ ചുണങ്ങുന്നു. ഇടഞ്ഞു നിൽക്കുന്ന ലല്ലയുടെ ദേഷ്യം മാറ്റാൻ നന്ദഗോപർ ശ്രമിക്കുന്നുണ്ട്. ഒരു വിളി ദൂരെ നിന്നും കേട്ടുതുടങ്ങി. മാമ്പഴം വേണോ, നല്ല പഴുത്ത മാമ്പഴ? ഉണ്ണിക്കണ്ണന്റെ കരച്ചിൽ പിടിച്ചു നിർത്തിയ പോലെ നിന്നു. കുട്ടകളിൽ മാമ്പഴങ്ങളുമായി ഒരു സ്ത്രീ വരുന്നുണ്ട്. നന്ദഗോപർ വിളിച്ചതോടെ അവർ വിടർന്ന കണ്ണുകളുമായി നിൽക്കുന്ന കണ്ണന്റെ മുന്നിലെത്തി. പഴങ്ങളെടുത്ത ശേഷം നന്ദഗോപർ ഒരു കുട്ട നിറയെ ധാന്യങ്ങൾ പഴങ്ങളുടെ വിലയായി നൽകി. അത്രയും ധാന്യം ദരിദ്രയായ ആ സാധ്വിക്ക് അന്നോളം ലഭിച്ചിട്ടില്ല. ധാന്യങ്ങൾക്കു പകരം മാമ്പഴം കിട്ടുമെന്ന് മനസ്സിലായ കണ്ണൻ വീട്ടിനുള്ളിലേക്കോടിപ്പോയി ഒരു പിടി ധാന്യം ശ്രദ്ധിച്ചു കൊണ്ടുവന്നു ആ സ്ത്രീയുടെ കുട്ടയിൽ വീഴ്ത്തി. കൈയും നീട്ടി നിൽക്കുന്ന കണ്ണന്റെ കുഞ്ഞുകൈകളിൽ നിറയ്ക്കാവുന്നത്ര പഴങ്ങൾ അവർ വാത്സല്യത്തോടെ കൊടുത്തു. പോകാനൊരുങ്ങിയപ്പോൾ കുട്ടയിലെ ധാന്യങ്ങൾ മുഴുവൻ കല്ലുകളായതു കണ്ടു അന്ധാളിച്ചുപോയ ആ സ്ത്രീ തിരിഞ്ഞു നോക്കി. മാമ്പഴം കഴിച്ചും കൊണ്ട് വീടിനുള്ളിലേക്ക് പോകുന്ന കൊച്ചുബാലൻ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. ധാന്യങ്ങൾക്കു പകരം അമൂല്യരത്നം